ഫ്ലഡ് 3187. ഞാൻ ഇമേജ് ഓപ്പണാക്കി. അതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു. ഗ്രീറ്റിംഗ്സ്. യു സ്റ്റാൻഡ് എറ്റ് ദ എഡ്ജ് ഓഫ് ദ റൈസിംഗ് വാട്ടേഴ്സ്. ഫ്ലഡ് 3187 ഹാസ് ബിഗൺ. Hidden within this image is your first current. Follow it, and it will carry you closer to the source. Only those who enter the storm will find the shore. 3187. ഇതായിരുന്നു മെസ്സേജ്. ഞങ്ങൾ കുറേ നേരം ഈ മെസ്സേജ് നോക്കി. സാധാരണ ഹാക്കിംഗ് സോഫ്റ്റ്വെയറിൽ ഇത് വർക്കായില്ല. അവസാനം ഞങ്ങൾ ആ ഹിഡൻ മെസ്സേജ് കണ്ടുപിടിച്ചത് ഒരു നോട്ട് പാഡിൽ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ കിട്ടിയ മെസ്സേജ് എല്ലാം ക്രിപ്റ്റിക് ആണ്. എന്നാൽ ലാസ്റ്റ് മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു വരി കാണാം. വിൻഡോസ് ക്ലോസ് അറ്റ് 1900. അലിയ ഇയാക്ട എസ്റ്റ്. IORRG 6410.QHW/JDWH5. സമയം ഞങ്ങൾ കുറെ കളഞ്ഞിരുന്നു. 7 മണിക്ക് വിൻഡോസ് ക്ലോസ് ആകും. അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അലിയ ഇയാക്ട എസ്റ്റ് എന്നത് ദ ഡൈ ഈസ് കാസ്റ്റ് എന്നതാണ് അർത്ഥം. സീസറിന്റെ വാക്കുകളാണവ. അപ്പോൾ താഴത്തെ വരിയിൽ കാണുന്നത് സീസർ സൈഫർ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്ത് ഞങ്ങളൊരു വെബ്സൈറ്റ് ലിങ്ക് കണ്ടെത്തി. flood3187.net/gate2. ഞങ്ങൾ ആ വെബ്സൈറ്റ് ലിങ്ക് ഓപ്പണാക്കി. അങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ചിത്രമാണ്. അതൊരു മഴയുടെ ചിത്രമാണ്. കൂടെ ഒരു ഇംഗ്ലീഷ് വരി വീണ്ടും. ദ മെസ്സേജ് ഫ്ലൂസ് ലൈക്ക് വാട്ടർ, ബട്ട് ഓൺലി ദ ഫ്ലഡ് ക്യാൻ ഗിവ് യു ദ കീ. ഞങ്ങൾ വീണ്ടും സ്റ്റക്കായി. ആദ്യ രീതികൾ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങി. നോട്ട് പാഡിലും ഒന്നും കിട്ടിയില്ല. ഒടുവിൽ എഡി അത് കണ്ടുപിടിച്ചു. ദ ഫ്ലഡ് ക്യാൻ ഗിവ് യു ദ കീ. ഫ്ലഡ് കീ. അതെ, അങ്ങനെ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനുണ്ട്. ഫ്ലഡ് കീ ഒരു സ്റ്റെഗനോഗ്രാഫി ടൂളാണ്. ഇതിലൂടെ ഇമേജിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിപ്റ്റിക് മെസ്സേജസ് നമുക്ക് ഡീസൈഫർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ സൈറ്റിൽ മെസ്സേജ് ഡീസൈഫർ ചെയ്തപ്പോൾ ഒരു റെഡിറ്റ് ലിങ്കും കൂടെ കുറെ റേഷ്യോ നമ്പേഴ്സും ഉണ്ടായിരുന്നു. ആ റെഡിറ്റ് ലിങ്കിൽ 33 മറ്റ് ലിങ്കുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. കുറെ അക്ഷരങ്ങളും കോഡും അതിനു മുകളിലായി മായൻ സിംബൽസ്. ഞാൻ സമയം നോക്കി. 6:45 PM. ഞങ്ങൾ തോൽവി സമ്മതിക്കാറായി. പെട്ടെന്ന് സഞ്ജന ചോദിച്ചു, ബേസിലുള്ളവർ ഡീകോഡ് ചെയ്ത് കാണുമോ? ഞാൻ പെട്ടെന്നാണ് ആ മിസ്റ്റേക്ക് ഓർത്തത്. ഞാൻ പറഞ്ഞില്ല. എനിക്ക് ആകെ കിട്ടിയത് 3 മിനിറ്റ് സമയം. എഡിയുള്ളത് നന്നായി. അവന്റെ തലയിൽ വെച്ചു കൊടുക്കാം. ഞാൻ ഷെഹയെ കോണ്ടാക്ട് ചെയ്തു. IP ട്രാക്ഡ് ആണ് എന്നും എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് പറഞ്ഞു തരാനും അവൾ പറഞ്ഞു. വെബ്സൈറ്റ് ലിങ്ക് പറഞ്ഞിട്ട് ഗൈഡ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ വെബ്സൈറ്റ് ലിങ്ക് പറഞ്ഞതും അവൾ കോള് കട്ടാക്കി പോയി. 12 മിനിറ്റ് ബാക്കി. ഞങ്ങൾ കളഞ്ഞത് ഓൾമോസ്റ്റ് 100 മിനിറ്റ്സ്. മാനസ പറഞ്ഞു, ഇറ്റ്സ് ഇംപോസിബിൾ. വി നീഡ് ടു ഫൈൻഡ് അനദർ വേ. ഞാൻ പറഞ്ഞു, വെയിറ്റ്, ജസ്റ്റ് വെയിറ്റ്. ഡ്യൂഡ്, ഇറ്റ്സ് മെർക്കുറി. 6:57 ഷെഹ തിരിച്ചു വിളിച്ചു. ഒരു വെബ്സൈറ്റ് ലിങ്ക് ഓപ്പൺ ആക്കാൻ പറഞ്ഞു. എന്നിട്ടൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ഷീ ക്രാക്ഡ് ഇറ്റ് ഇൻ 9 മിനിറ്റ്സ്. ഞാൻ സൈറ്റ് ഓപ്പണാക്കി. അപ്പോൾ ടൈപ്പ് ദ മെസ്സേജ് ഹിയർ എന്ന് വന്നു. ഞാനത് ടൈപ്പ് ചെയ്തു. ഐ ആം എ റെയിൻ ഡ്രോപ്പ്. എൻ്റർ. അവരുടെ മെസ്സേജ് വന്നു. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് ഫൗണ്ട് ദ ഹിഡൻ കറൻസ്. ദ വാട്ടേഴ്സ് ഹാവ് ചൂസൺ യു. നൗ യു ബിലോങ് ടു ദ ഫ്ലഡ്. കോർഡിനേറ്റ്സ് 13.0827 നോർത്ത്, 80.2707 ഈസ്റ്റ്. ടൈം August 30, 1100 AM. Meters where the waters cross. Yes, we did it. Sorry, she did it. അങ്ങനെ അവരിലേക്ക് എത്താനുള്ള വഴി തുറന്നു. ഈ സ്ഥലം നൂറാബാദിലെ സിന്ധു നദിയുടെ അടുത്താണ്. പാകിസ്ഥാനിൽ ഇന്നേക്ക് 7-ാം ദിവസം, August 30. അങ്ങനെ 7-ാം ദിവസം മെലോണി മാൻഷനിൽ ബൊക്കറ്റും വെച്ച് ഞാൻ ആ ലൊക്കേഷനിലേക്ക് എത്തി കാത്തുനിന്നു. 2 ഐഡിയിൽ നിന്നും കോഡ് ക്രാക്ക് ചെയ്തതുകൊണ്ട് ഷേഹയോട് പോകാൻ എലമെന്റ് പറഞ്ഞിരുന്നു. എന്നാൽ അവൾക്ക് കിട്ടിയ ലൊക്കേഷൻ വേറെയായിരുന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല. 3 പേരുണ്ടായിരുന്നു ഞാൻ നിന്നിടത്ത്. കുറച്ചു കഴിഞ്ഞൊരു ബസ് വന്ന് ഞങ്ങളെ കയറ്റിക്കൊണ്ടുപോയി. ബസ്സിനുള്ളിൽ ഷേഹ ഇരിപ്പുണ്ടായിരുന്നു. പരസ്പരം പരിചയം കാണിച്ചില്ല. പക്ഷേ ഞാൻ എന്റെ ടെലിപ്പത്തിക് ലിങ്ക് വഴി ഷേഹയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഷേഹയ്ക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അവൾക്ക് എപ്പോഴും ദേഷ്യമാണ്. അതൊന്നേ ഉള്ളൂ, എന്റെ ഈ ടെലിപ്പത്തിക് ലിങ്ക് കമ്മ്യൂണിക്കേഷൻ. 14 മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ ആഡംബര ബസ് കർവാത്ത് ഹോൾഡ് എന്ന സ്ഥലത്ത് വന്നു നിന്നു. പാകിസ്ഥാൻ 1998 ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് നടത്തിയിരുന്ന സ്ഥലം. ഇന്ന് ആ സ്ഥലം ഫുൾ FODN-നാണ്. ആന്റിഡോട്ടിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായാണ് ആ ഗവൺമെന്റ് നിൽക്കുന്നത്.
ആ ഭരണം മുഴുവൻ ഇപ്പോൾ FODN വിലയ്ക്ക് വാങ്ങിയതുപോലെയാണ്. ആ ബിൽഡിംഗ് ഇവർ രഹസ്യമായി പണിത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹബ്ബ് പോലെയാക്കി. ഞങ്ങൾ ആ പടുകൂറ്റൻ കെട്ടിടത്തിന്റെ ഉള്ളിൽ കയറി. ഞങ്ങളെ ഓരോ റൂമിലാക്കി. ചില തരികിട പരിപാടിയും മൈൻഡ് ഹാക്കിങ്ങും വഴി ഞാൻ ഷേഹയുടെ മുറിയിലായി. ഇങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ ഉടൻ നമ്മൾ പിടിക്കപ്പെടുമെന്ന് അവൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞങ്ങളെ ഇൻട്രൊഡക്ഷൻ ബ്രീഫിങ്ങിന് വിളിച്ചു. ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാഷിയൻ വോൺ എന്ന ഒരാളാണ് അവിടെ വന്നത്. കൂടെ ലോകത്തിലെ ടോപ്പ് ഏജൻസീസിന്റെ ഹെഡ്സ്. പഴയ ഫ്ലഡ് പ്രോട്ടോക്കോളിലും മറ്റു രീതിയിലും ലോകത്തെ പല ഇന്റലിജൻസ് ഹോട്ട്സ്പോട്ട്സ് ആയ CIA, NSA, ഹോംലാൻഡ് സെക്യൂരിറ്റി, FBI, വിവിധ മിലിറ്ററി, പാരാമിലിറ്ററി, റോ, NIA, FSB, GRU, GCHQ എന്നിങ്ങനെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതെല്ലാം. അവിടേക്കെല്ലാം ഈ കൊണ്ടുവന്നവരെ റിക്രൂട്ട് ചെയ്യാൻ, ഞങ്ങളുടെ ട്രെയിനിങ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് മാറ്റാൻ, പുതിയ ഭാഷകൾ പഠിപ്പിക്കാൻ, പുതിയ ഐഡന്റിറ്റി തരാൻ, പുതിയ ജീവിതം തരാൻ. ഇത് 1-2 വർഷത്തെ പ്രൊജക്റ്റല്ല, ആയുഷ്കാല പ്രൊജക്റ്റാണ്. ഇതിനെല്ലാം ഉപരി കാൻഡിഡേറ്റ്സിന് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടി അവസരമുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എക്സിസ്റ്റൻസിൽ ഹോമോസാപ്പിയൻസ്, ഹോമോ ഇറക്ടസിന്റെ അത്രയും കാലം ഉണ്ടാകില്ലെന്നും അതിനുവേണ്ടി പരിണാമത്തിന് കാത്തു നിൽക്കാതെ ശാസ്ത്രം കൊണ്ട് തന്നെ ഹോമോ ഒബ്സ്കറൻസിനെ ഉണ്ടാക്കാമെന്നും അയാൾ പറഞ്ഞു. എന്നിട്ടൊരു പെൺകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. പുറകിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി അടുത്തേക്ക് വന്നു. കാസിയൻ പറഞ്ഞു, "ദിസ് ഈസ് വിസ്മയ." എന്നിട്ട് അവളെ തിരിച്ചു നിർത്തി. അവളുടെ ടോപ്പ് അവൾ മാറ്റി. അവളുടെ ദേഹത്തിന്റെ പുറത്തെ ഇരുവശത്തു നിന്നും 2 വലിയ ചിറകുകൾ പുറത്തേക്ക് വന്നു. മൂർച്ചയുള്ള, നീളമുള്ള, സുന്ദരമായ രൂപത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ചിറകുകൾ. എന്നിട്ട് അവൾ പറക്കാൻ പോകുന്ന ഒരു പക്ഷിയെപ്പോലെ ചിറകുകൾ വിടർത്തി. എല്ലാവരും അതിശയത്തോടെ അവളെ നോക്കി നിന്നു. അപ്പോൾ കാസിയൻ വീണ്ടും പറഞ്ഞു, "ബട്ട് വി കോൾ ഹർ ഗേൾ ഈഗിൾ." ഞാനും ഷേഹയും പരസ്പരം നോക്കി നിന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുമോ എന്ന് ചിന്തിച്ചു. ദിസ് ഈസ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഡീപ് സ്റ്റേറ്റ് ഓപ്പറേഷൻ. ഇതിന്റെയൊക്കെ പുറകിൽ ആരെന്ന് വിചാരിച്ചു നിന്നപ്പോൾ കാസിയൻ പറഞ്ഞു നിർത്തി, "താങ്ക്സ് ടു റെയിൻ ഇൻഡസ്ട്രീസ്." ഞാൻ ഷേഹയെ നോക്കി. അവളുടെ മുഖം പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. എന്റെ തലയിൽ അവൾ ആ പേര് പറഞ്ഞു, ഡൊമിനിക് റെയിൻ.